ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പുതുമയാർന്ന വ്യത്യസ്തമായ ഒരു വിഭവമാണ് മാഗി എഗ് റോൾ പറാത്ത. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞെടുത്തതിനെ എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സവാള, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ബീൻസ് അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു 1-2 മിനിറ്റോളം തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് അധികം നേരം വഴറ്റേണ്ടതില്ല, ഒരു 30 സെക്കൻഡ് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളത്തിലേക്ക് ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിതിൻ്റെ പൗഡറിനെ ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 2 പാക്കറ്റിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്ക് മാഗി വെന്ത് കിട്ടുന്നതാണ്. നൂഡിൽസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പറാത്തയാണ്, അഥവാ ചപ്പാത്തി. ഞാനിവിടെ ഒരേ അളവിൽ തന്നെ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഞാനിവിടെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, 2 നുള്ള മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പൊട്ടിച്ച് ബീറ്റ് ചെയ്ത മുട്ടയെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തിയെ ഇട്ട് കൊടുക്കാം. അത് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് മാത്രം മതി ഇങ്ങനെ ഇട്ടേക്കുന്നത്. അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് നൂഡിൽസ് വെച്ച് റോൾ ചെയ്തെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ക്യാബേജോ ക്യാപ്സിക്കമോ ക്യാരറ്റോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് ഞാനിതിനെ 2 സൈഡിൽ നിന്ന് മടക്കിയെടുക്കുന്നതാണ്. ഈ മടക്കിയെടുത്ത റോള് വിട്ടുപോകാതിരിക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ എഗ് റോൾ മാഗി പറാത്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ പുതുമയാർന്നൊരു ഐറ്റമാണ്. ഒരെണ്ണം കഴിച്ചാൽ മാത്രം മതി നമുക്ക് വയറ് നിറയാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.